ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്, സ്കേർട്ട് ആൻഡ് ടോപ്പ് ലുക്കാണ്. അത് BB ക്രീമിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ബഡ്ജറ്റ് പ്രോഡക്റ്റ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സ്, ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും 300 റുപ്പീസിന് താഴെയാണ്. 100 റുപ്പീസ് ഉള്ള പ്രോഡക്ട്സ് വരെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ദെൻ ഗോയിങ് ടു ദി വീഡിയോ. ആദ്യം തന്നെ സ്കിൻ കെയർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സ്കിൻ കെയറിൽ ആദ്യം തന്നെ ടോണറാണ്. ഞാൻ ഇവിടെ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ബയോട്ടിക് കുക്കുംബർ റിഫ്രഷർ പോർ ടൈറ്റനിങ് ടോണറാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 170 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആദ്യം സ്പ്രേ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു ഇതിലുള്ള പ്രോഡക്ട്സ് വെച്ചിട്ടാണ് എൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അണ്ടർ 300 ഉള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഞാനൊരു മോയ്സ്ചറൈസർ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലാക്മിയുടെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ, പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ. അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ഒരു പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു പ്രൈമർ ആണ്. ഇപ്പൊ നൈക്ക സെയിലൊക്കെ ഭയങ്കര ഡിസ്കൗണ്ടോടെ കിട്ടുന്നുണ്ട്. പ്രോഷിന്റെ ഒരു 8 ഗ്രാമിന്റെ ഒരു പ്രൈമർ ആണ്. ഒരു പിങ്ക് കവർ പാക്കിംഗ് ആണ്. ഇതിന് എനിക്ക് 140 സംതിങ് ആണ് പർച്ചേസ് ചെയ്തത്. ഇതൊരു 8 to 10 ഗ്രാം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നൈക്കയിൽ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഈവൻ ഫോർ അഫോർഡബിൾ പ്രോഡക്ട്സിനൊക്കെ. ഇത് ആദ്യമായിട്ടാണ് ഈ പ്രോഷിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത്. ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് പ്രോഷിൻ്റെത്. ഓക്കെ, അവരുടെ ലിപ്, ഈ ഹൈലൈറ്റർ, ബ്ലഷ് ഒക്കെ നല്ല പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മൾ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ പിഗ്മെന്റേഷൻ കവറപ്പ് ചെയ്യാൻ ഞാൻ 2 കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹൈലൈറ്റിംഗ് കൺസീലേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പിന്നെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ പിഗ്മെന്റേഷൻസ് കവറപ്പ് ചെയ്യാൻ എൻ്റെ ഷെയ്ഡിന് ഡൗൺ ആയിട്ടുള്ള 2 കൺസീലർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പിഗ്മെന്റേഷൻസ് കവറപ്പ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് അതുണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ, ദ ഇൻസൈറ്റിന്റെ NC5 മീഡിയം യെല്ലോ ആൻഡ് ദ നെക്സ്റ്റ് വൺ നമ്മുടെ ഫേസസ് കാനഡയുടെ സീറോക്സിസ് ഗോൾഡൻ റഷ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ പിഗ്മെന്റേഷൻസ് കവറപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും എൻ്റെ ഷെയ്ഡിന് താഴെയാണ് കേട്ടോ. ഓക്കെ, യു ക്യാൻ യൂസ് ഓറഞ്ച് കറക്റ്റർ, പീച്ച് കറക്റ്റർ, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര ഗ്രേയിഷ് ആയിപ്പോവും, മേക്കപ്പ് ഭയങ്കര ഓടായിട്ടിരിക്കും. അതാണ്. ഓക്കെ, ഇത് രണ്ടും എൻ്റെ സ്കിൻ ടോണിന് കറക്റ്റ് മാച്ച് ആണ്. പിഗ്മെന്റേഷൻസ് കവറപ്പ് ചെയ്യാം, ഡാർക്ക് സർക്കിൾസ് കവറപ്പ് ചെയ്യാം. ഹൈലൈറ്റിംഗ് കൺസീലർ വേറെ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മുടെ എൻ്റെ പിഗ്മെന്റേഷൻസ് ഒക്കെ ഒന്ന് കവറപ്പ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് BB ക്രീമാണ്. പോൺസിന്റെ BB പ്ലസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ ഷെയ്ഡ് വന്നിട്ട് ഐവറി ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. 2 ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോൺ കുറച്ചും കൂടെ മാച്ച് ഐവറി ആണ്. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ഇടാത്തതുകൊണ്ട് BB ക്രീം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഇടണം. ഡാമ്പ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഐബ്രോസ് ആണ്. ഐബ്രോസിന് മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന മാർസിന്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഫിൽ ചെയ്യാം.
ഐബ്രോസ് പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ പോൺസിന്റെ സാൻഡൽവുഡ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വൈറ്റ് പൗഡറിനെക്കാട്ടും ഒരു സാൻഡൽ ടിന്റ്, അങ്ങനെ ഒരു ബീച്ച് ടിന്റ് ഉള്ള പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും മേക്കപ്പ് സെറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത്, ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പൗഡർ ഇട്ടിട്ട് പോൺസിന്റെ സാൻഡൽവുഡ് പൗഡർ ആണ്. ഇതും 100 റുപ്പീസാണ്, 99 റുപ്പീസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇനി വന്നിട്ട് നമ്മുടെ ഐ മേക്കപ്പ് ആണ്. ഐ മേക്കപ്പിന് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ റേഞ്ചിൽ വന്ന ഒരു ലസ്റ്റർ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു പിങ്ക് ബേസ്ഡ് ലസ്റ്റർ പാലറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആകെ ഇതൊരു ഷെയ്ഡ് എടുക്കാം, എന്നിട്ട് നമുക്ക് ബേസ് കൊടുക്കാം. ഓക്കെ, ഈ ലൈറ്റ് പിങ്ക് വെച്ച് തന്നെ അടുത്തതിനും കൊടുക്കാം. താഴെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുന്നിട്ട് നടുക്ക് സെന്റർ പാർട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത കാജലാണ്. കാജൽ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു കോൾ ബ്ലാക്ക് കാജൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം. ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞു. താഴെ മുകളിൽ സ്മഡ്ജ് ചെയ്തിട്ട് നമ്മൾ ഇൻസൈറ്റിന്റെ ഒരു ഐലൈനർ വെച്ചിട്ട് ഒരു ചെറിയൊരു വിങ്ഡ് ഐലൈനർ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓണമൊക്കെ അല്ലേ, ഒരു ചെറിയൊരു വിങ്ഡ് ഐലൈനർ കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ആയിട്ട് നോക്കാം. നെക്സ്റ്റ് ഒരു ബ്ലഷ് ആണ്. ദ മോസ്റ്റ് അഫോർഡബിൾ ബ്ലഷ് സീരീസിൽ വരുന്നത് തന്നെ ഇൻസൈറ്റിന്റെ മേക്കപ്പ് എസെൻഷ്യൽ ബ്ലഷ് സീരീസിൽ വരുന്ന കാരമൽ 06 എന്ന് പറഞ്ഞൊരു ബ്ലഷ് ആണ്. അടിപൊളി ബ്ലഷ് ആണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബ്ലഷ് ആണ്. കണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് ഇതിന്. ഇത് ഞാൻ വാങ്ങുമ്പോൾ 75 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. പർപ്പിളിന്നാണെന്ന് തോന്നുന്നു വാങ്ങിയത്. നമുക്കിവിടെ പർപ്പിളും നൈക്കും ഉണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് ഡെലിവറി വന്നിട്ട് എനിക്ക് എപ്പോഴും പർപ്പിളാണ് കേട്ടോ. ഇന്ന് ഓർഡർ ചെയ്ത നാളെ വൈകിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഒരു നമ്മുടെ NYBയുടെ തന്നെ ഒരു ബ്രോൺസർ ആണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ഹൈലൈറ്റർ പാലറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ചീക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എടുത്തിട്ട് നമ്മുടെ നോസിന്റെ നടുക്കും കൂടെ കുറച്ച് എടുക്കും. ഇനി അടുത്ത് ലിപ്സ് ആണ്. ലിപ്സിൽ വരുമ്പോൾ ഞാനൊരു മജന്ത ഡാർക്ക് പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഇത് ഒരുപാട് യൂസ് ചെയ്ത ലാക്മിയുടെ ഒരു പ്ലം സീരീസിൽ വരുന്ന ഒരു ലിപ് ലൈനർ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ടൈം ചെയ്യാം.
ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യണം. സ്മഡ്ജ് ചെയ്തിട്ട് നമ്മുടെ നൈക്കയുടെ ഒരു ലിപ്സ്റ്റിക് ആണ്, ഇറ്റ്സ് എ വൈബ്. ഇത് 200 സംതിങ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്താണ്, മേക്കപ്പ് ഫിക്സ് ചെയ്യണം. അപ്പൊ മോസ്റ്റ് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു മേക്കപ്പ് ഫിക്സർ ആണ്. ഓക്കെ, ദെൻ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് യൂസിങ് ബി ബി ക്രീമിൽ ക്രിയേറ്റ് ചെയ്ത ലുക്കാണ്. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് അതെല്ലാം വേണം ഒരു ലുക്ക് ഒന്ന് പ്രോപ്പർ ആവാൻ വേണ്ടി. ആൻഡ് അതെല്ലാം തന്നെ അണ്ടർ ബഡ്ജറ്റാണ്, അണ്ടർ 300 റുപ്പീസിനുള്ള പ്രോഡക്ട്സ് ഇൻക്ലൂഡിങ് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് അത്ര രൂപയാണെങ്കിൽ എല്ലാ പ്രോഡക്ട്സും അടിപൊളി പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ഒരു മേക്കപ്പ് കൂടിയാണിത്. ഓക്കെ, അപ്പം ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. അഡ്വാൻസ് ഓണം വിഷസ്. സ്റ്റേ ഹാപ്പി. ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.